എന്താണ് അന്ന് ആ ദിവസം ആ റിസോർട്ടിൽ എന്താണ് സംഭവിച്ചത്? അല്ല ഞാൻ പറയാം. അത് കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ് ആയിരുന്നോ? ആ ഡ്രസ് വൾഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നീ മിണ്ടരുത്, തലയിരിക്കുമ്പോ വാലാടണ്ട. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം വിട്ട് അവൻ എന്നെ കവച്ചെടുക്കണം. എന്റെ പഴവങ്ങാടി ഗണപതി, ഇയാള് നുണ പറയുന്ന കേട്ടില്ലേ? സത്യം പറയാലോ. 5-ാം തീയതി വൈകുന്നേരം വരും എന്ന് പറഞ്ഞ രേണു സമയം മാറി 6-ാം തീയതി 7-ാം തീയതിയുള്ള ഷൂട്ടിന്റെ 6-ാം തീയതി രാവിലെയാണ് അവിടെ എത്തുന്നത്. കൃത്യസമയത്ത് തന്നെ എത്തില്ലോ. അതെ, ക്ഷമിക്കണം ചേട്ടാ, കുറച്ച് വൈകി പോയി. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല. വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ അതിൽ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു ഇതൊരുമാതിരി തൂറാത്തം തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ മാതിരിയല്ല. കോസ്റ്റ്യൂം ഞാൻ വില കൊടുത്ത് വാങ്ങല്ലേ, വാങ്ങിയൊരു കോസ്റ്റ്യൂം ഞാൻ അയച്ചു കൊടുത്ത ഒരു വില്ലിങ് അല്ലെങ്കിൽ എന്റെ പൈസ പോയില്ലേ? അങ്ങനെ ആരെങ്കിലും മടത്തരം ഞാനും അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അത് കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ് ആയിരുന്നോ? ഉത്തരം പറ. വൾഗർ എന്ന് പറഞ്ഞാൽ അവരിട്ട ഇതുവരെയുള്ള ഡ്രസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഡീസന്റാ. നിർത്തി അവമാനിക്കുവാണെന്ന്. അവർ ഇതിനു മുമ്പ് ഇതിനേക്കാൾ വൾഗറായിട്ടുള്ള ഡ്രസ് ഇട്ടുണ്ട്. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്, ഈ കുഞ്ഞു ഡ്രസ്, ഞാൻ ആ ഡ്രസ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ് ഇട്ടോണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് പറഞ്ഞ സ്റ്റോറിയും കോസ്റ്റ്യൂമും ഒക്കെ ഒരു വട്ടം കൂടി ഈ പറയുന്ന പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാകും. പണി വരുന്നുണ്ടവറാച്ചാ, ഇത് പ്രശ്നമാകും. ഇവർ ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ചില കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്താ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പക്ഷെ കുഴപ്പമില്ല, അവർ ഇൻക്ലൂഡ് ചെയ്തതാണെങ്കിൽ പോലും അതേ സീൻസ്, അതേ സിറ്റുവേഷൻ, അതേ കോസ്റ്റ്യൂമിൽ ഞാൻ മറ്റൊരു നായകനെ വെച്ച് ഈ സാധനം ചെയ്യും. പിന്നല്ലാതെ നമ്മുടെ തക്കളി. അല്ല, അവര് ഏറ്റവും കൂടുതൽ ചേട്ടനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് വളരെ വൃത്തിയായിട്ട വേടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് നിനക്ക് തീരെ വെളിവില്ലേ? ഒരു സാമാന്യ ബോധമെങ്കിലും കാണിക്കണ്ടേ? ചുമ്മാ പറയിപ്പിക്കാനായിട്ട്. ചേട്ടാ കണ്ടോ അറിയില്ല, രേണു പറഞ്ഞിട്ടുള്ള കാര്യം അത്രയും വൃത്തിയായിട്ടാ ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണുള്ളത്. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം വിട്ട് അപ്പൊ അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് പറയുന്നത് അവിടെ ഇങ്ങനെ അവിടെ എടുക്കുന്ന രീതി, കാല് കവച്ച് വെച്ച് അവൻ എന്നെ കവച്ചെടുക്കണം. ഒരുമാതിരി സ്റ്റാൻഡേർഡില്ലാതെ സംസാരിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് അറിയില്ല, ഇത് പ്രേക്ഷകർ കാണും, ഇതെങ്ങനെ സംസാരിക്കണം എന്ന് പോലും പുള്ളിക്കാരത്തേക്ക് അറിയില്ല എന്നുള്ളത് മുന്നേ നമുക്ക് പല വീഡിയോ ആയിട്ട് മനസ്സിലായതാണ്. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്ന ബുദ്ധിയെങ്കിലും വിളിച്ചേനെ.